അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ സയ്യിദ് താജുൽ ഉലമാ തങ്ങൾ ഖമറുൽ ഉലമാ ശൈഖുനയും നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. സയ്യിദ് താജുൽ ഉലമാ തങ്ങൾ ഖമറുൽ ഉലമാ ശൈഖുനയും നയിച്ചിടുന്നൊരു പ്രസ്ഥാനത്തിൽ അണിചേർന്ന അനുഗ്രഹം നേടിയിടാം. അഹ്ലുസുന്നതനാദർശത്തിൻ കാവൽക്കാരായി നിന്നിടുവാൻ അഹ്ലു ബിദ്അത്തിൻ കോട്ട തകർത്ത് സൽസരണിയിലായി മുന്നേറാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ليس للمؤمن راحة دون لقاء الله تعالى. شفيعنا وحبيبنا محمد رسول الله. فالله موجود قديم باقي مخالف للخلق بالإطلاق. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിത നേതാക്കൾ, സദാതീങ്ങൾ, മറ്റു പ്രമുഖ നേതാക്കൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട കാരണവന്മാർ, മുതഅല്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുകയും അതിന്റെ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പൗരോഹിത്യം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന തലക്കെട്ടിൽ നമ്മുടെ ആദർശ പ്രഭാഷണം അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ആമുഖം പറയേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം പരമപ്രധാനമായ വിഷയമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എങ്ങനെ, വ്യതിയാനങ്ങൾ എവിടെയൊക്കെ സംഭവിച്ചു എന്നതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട്
ഇന്നലെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയം ഇന്ന് കൂടുതൽ പറയാതെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞാലുടൻ നമ്മുടെ വിഷയത്തിലുള്ള ചോദ്യോത്തര സെഷനായിരിക്കും. അത് സംബന്ധമായി ചോദിക്കാനുള്ള സർവർക്കും അവസരം ഉപയോഗപ്പെടുത്താമെന്ന് ആമുഖമായി സൂചിപ്പിച്ച് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ ഇന്ന് നമ്മോട് വിട പറഞ്ഞ ദിവസമാണ്. അള്ളാഹു നമ്മുടെ സദസ്സിന്റെ ഫലം, ഇതിന്റെ സവാബ് അള്ളാഹു തആല ബഹുമാനപ്പെട്ടവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ധാരാളം സദസ്സുകളിൽ ദുആ ചെയ്യാനും പ്രഭാഷണം നടത്താനും ഉപദേശിക്കാനും ഒക്കെ കൂടെയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് ആറ്റക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ച് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ ഇന്നത്തെ നമ്മുടെ അവസാനം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മരണശേഷവും ദുആ ചെയ്യാനുള്ള ആളുകൾ വേണം. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്തേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മെ മാത്രമല്ല, ആകാശഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ പടച്ച് നിയോഗിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു അത്? നമുക്കറിയാം, അല്ലാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ആദ്യമായി നിർബന്ധമാകുന്നത് അല്ലാഹുവിനെ കുറിച്ച് അറിയലാണ്. അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസത്തിലെത്താതെ മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ആദർശ പ്രഭാഷണത്തിന്റെ 2ാമത്തെ ദിവസം തന്നെ അല്ലാഹുവിലുള്ള വിശ്വാസം ചർച്ച ചെയ്യാനുള്ള കാരണം എല്ലാ പുത്തൻവാദികളും ആദ്യമായി വഴിവെച്ചു പോയത് ഈ വിഷയത്തിലാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ഖവാരിജികളും മുഅ്തസില വിഭാഗവും അതുപോലെയുള്ള സർവ്വ ആളുകളും എല്ലാ വിഷയങ്ങളിലും വഴിവെക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി വഴിവെച്ചത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ചർച്ച ചെയ്യുന്ന അല്ലാഹുവിലുള്ള വിശ്വാസം എന്ന വിഷയത്തിലാണ്. അല്ലാഹുവിനെ കുറിച്ച് തെറ്റായ ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും തെറ്റായ കാര്യങ്ങളും സമുദായത്തെ പഠിപ്പിക്കുകയും അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമാവുകയും ചെയ്തു എന്നതാണ് എല്ലാ പുത്തൻവാദികളുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും പഴയകാല പുത്തൻവാദികളുടെ തുടർച്ചയായി ഇന്നും നമ്മുടെ നാടുകളിലുള്ള മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തും തുടങ്ങിയ പുത്തൻവാദികൾക്ക് പിഴവ് സംഭവിച്ചതും, ഒന്നാമതായി പിഴവ് സംഭവിച്ചത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരാൾക്ക് സത്യത്തിന്റെ വഴി കാണാൻ. കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലാഹുവും അല്ലെങ്കിൽ അല്ലാഹു പഠിപ്പിച്ച വിശ്വാസത്തിലല്ല കേരളക്കരയിലുള്ള പുത്തൻവാദികൾ എന്നറിഞ്ഞാൽ ആ പ്രസ്ഥാനത്തോട് സലാം പറയേണ്ടതാണ് നാം. അപ്പോഴേ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ നിഷ്പക്ഷമായി ഇൻഷാ അല്ലാഹ് മൗലവിമാരെ ഞാൻ കൊണ്ടുവരും. എന്റെ വകയിൽ ഞാനൊന്നും പറയില്ല. അല്ലാഹുവിനെ കുറിച്ച് ഇവർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും അല്ലാഹുവിനെ കുറിച്ച് വന്ന വിഷയങ്ങളുമൊക്കെ എത്രമാത്രം വൈരുദ്ധ്യാധിഷ്ഠിതമാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ കാണിക്കും നിങ്ങൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിനെ പരലോകത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണണം. ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ പ്രധാനമായി നാം അത് ലക്ഷ്യമാക്കുക. എവിടെ വെച്ചാണ് കാണാനുള്ള അവസരം? നമ്മുടെ റബ്ബിനെ സ്വർഗത്തിൽ വെച്ച്
ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ അശ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണണം. നിങ്ങൾ 14-ാം രാവിന്റെ അന്ന് പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ കാണാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അവസരം നേടിയെടുക്കാൻ എന്താണ് വഴി? നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നേരായ വിശ്വാസത്തിൽ തന്നെ ജീവിച്ച് മരിച്ചുപോയാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടുമെന്നതിൽ ഒരു തർക്കവും ഇല്ല. ആ ഒരു ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ലിൽ മുഅ്മിനി റാഹത്തുൻ ദൂന ലിഖാഇല്ലാഹി തആല ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, അതിന്റെ അപ്പുറം ഒരു സന്തോഷം അവനില്ല. അതവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണെന്ന് സയ്യിദുനാ വ മൗലാനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത ഒരു പ്രവർത്തകൻ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വല്ലാത്ത സന്തോഷം. കാരണം ഉമ്മയെ, ഉപ്പയെ, ഭാര്യയെ, സന്താനങ്ങളെ കാണുമല്ലോ എന്ന സന്തോഷം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം, എന്റെ പ്രിയപ്പെട്ട റബ്ബിനെ, ആകാശഭൂമികളെ പടച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ലോകരക്ഷിതാവിനെ കാണാനുള്ള മഹത്തായ അവസരം എനിക്കുണ്ടല്ലോ എന്നതാകും ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹു തആല നമുക്ക് ആ സന്തോഷം നൽകുമാറാകട്ടെ. അതിന് നല്ല വിശ്വാസം വേണം. മുജാഹിദുകൾ ഇന്നലെ നിങ്ങൾ കേട്ടു, മുൻഗാമികളുടെ പാതയിൽ അല്ല എന്ന് നാം പറഞ്ഞു. മുൻഗാമികൾ അല്ലാഹുവിനെ മനസ്സിലാക്കിയതുപോലെ എല്ലാവരും മനസ്സിലാക്കിയത്, നിബിതങ്ങൾ പഠിപ്പിച്ച പോലെയല്ല. ഈ വിഷയം ഊന്നി പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ചില സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ അവര് പറയാറുണ്ട്, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, നിങ്ങൾ ഈ അമ്പിയാക്കളും ഔലിയാക്കളും സ്വഹദാക്കളും ഒക്കെ നിങ്ങൾക്ക്, ഞങ്ങൾ അള്ളാന്റെ സ്വന്തം ആളുകളാണ്, ഞങ്ങൾ അള്ളാഹുവിനുള്ള വിശ്വാസം ഞങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് അമ്പിയാക്കളുടെ പിന്തുണയില്ല, ഔലിയാക്കളുടെയും പിന്തുണയില്ല, മുൻഗാമികളുടെയും പിന്തുണയില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നാം അവരുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഹുസൈൻ സലഫിക്ക് നമുക്കൊരു അവസരം നൽകാം. കേരളത്തിലെ വലിയ പ്രഭാഷകനാണെന്ന് പറഞ്ഞ് നാദാപുരത്ത് വരെ കൊണ്ടുവന്ന ഹുസൈൻ സലഫി, അദ്ദേഹം പറയുന്നു എന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് അദ്ദേഹം പറയുന്നത് അറിയൂ? മുജാഹിദികൾക്ക് അല്ല മാത്രം. ആളുകൾ അങ്ങനെയാണ് പറയുന്നതാണ്. അമ്പിയാക്കളും ഔലിയാക്കളൊക്കെ മറ്റുള്ളവർക്ക്. പക്ഷെ അതിലൊരു ധ്വനി എന്താണ്? മുജാഹിദുകളുടെ കൂടെ അള്ളയുണ്ട് എന്ന് അയാൾ പറയാണ്. ഇല്ല, അല്ലാഹു തആലയും അവരെ കൂടെ ഇല്ല. കാരണം അള്ളാഹുവിനെ അവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് ശേഷം പറയും. ഇപ്പോൾ ഹുസൈൻ സലഫിയുടെ പ്രതീക്ഷ നിങ്ങളൊന്ന് കേട്ടോളൂ, അത് നമുക്ക് പിന്നെ തകർക്കാം. അദ്ദേഹം പറയട്ടെ. നിങ്ങൾ ചിന്തിക്കണം, ആരാണിവിടെ പുത്തൻവാദികളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദുകൾ പുത്തൻവാദികളാണെന്നല്ലേ പറയുന്നത്? അവർക്ക് അല്ല മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് ബഹുമാനമില്ല. ഹബീബായ നബി തങ്ങളുടെ പേരിൽ അവർ സ്വലാത്ത് ചൊല്ലാറില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർക്ക് പുച്ഛമാണ്. നബി തങ്ങളോട് അവർക്ക് വെറുപ്പാണ്. നബി തങ്ങളുടെ മദ്ഹ് പറയാൻ പാടില്ലെന്ന് പറയുന്ന കൂട്ടരാണ്. നബി തങ്ങൾ പിഴച്ചയാളാണെന്ന് പറയുന്ന കൂട്ടരാണ്. നബി തങ്ങൾ തെറ്റ് ചെയ്യുന്നയാളാണെന്ന് പറയുന്നവരാണ്. എന്തൊക്കെ ആരോപണങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയിട്ടും. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ടെങ്കിൽ അതൊന്നും ആരോപണമല്ലാന്ന് നമ്മളോട് തെളിയിച്ചു. ഇനി നാളെയും തെളിയിക്കും ഇൻഷാ അല്ലാഹ്. നിബിതങ്ങളെ കുറിച്ച് ഇവര് പറഞ്ഞ എന്താന്ന് അതിന് മാത്രം അവസാനത്തെ ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ അല്ല മാത്രം മുജാഹിദുകൾക്ക് ഇല്ല, അള്ളാഹുവും നിങ്ങളെ കൂടെ ഇല്ല. അള്ളാന്റെ ഔലിയാക്കളെ ഒഴിവാക്കിയാൽ, അമ്പിയാക്കളെ ഒഴിവാക്കിയാൽ അള്ളാഹു കൂടെ ഉണ്ടാവുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് ആദ്യമായി വഴിവേച്ചത് ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ഇബ്ലീസ് അല്ലാഹുവിനോട്, അല്ലാഹ് നിനക്ക് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? നിനക്ക് സുജൂദ് ചെയ്യാം, പക്ഷേ ആദമിന് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടുന്നതല്ല. അപ്പൊ എന്താ അല്ലാഹ് പറഞ്ഞ്? കുഴപ്പമില്ല, ആദമിനല്ലേ ബഹുമാനിക്കാത്തുള്ളൂ, എന്നെ ബഹുമാനിക്കാലോ, അതുകൊണ്ട് സ്വർഗത്തിൽ തന്നെ നിന്നോ എന്നല്ല പറഞ്ഞത്. ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ, സ്വർഗത്തിൽ നിന്ന് പോടാ എന്ന
എന്നാണ് പറഞ്ഞത്. അപ്പൊ അമ്പിയാക്കളെ ഔലിയാക്കളെ വലിച്ചെറിഞ്ഞവർക്ക് അവർക്ക് അള്ളാഹുവുമായി ഒരു ബന്ധവുമില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധ, എന്താണ് പുത്തൻവാദികൾ പറഞ്ഞു എവിടെ എത്തിയെന്നറിയൂ. ഈ കേരളത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിൽ വരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, നിങ്ങൾ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവോ? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്ന ടീം. അള്ളാഹു എന്നല്ല, ഒരു ദൈവവും ഇല്ല എന്ന അവരവാദം. ഈ നിരീശ്വരവാദത്തിന് വരെ സപ്പോർട്ട് കൊടുക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ ചെയ്യുന്നത്. അതെവിടെ നോക്കിക്കോളൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കുക. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ സുന്നിയാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം, നിരീശ്വരവാദിയായാലും കുഴപ്പമൊന്നുമില്ല, സാധ്യത ഉണ്ട് എന്നാണ്. ഒന്ന് കേട്ടോളൂ മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അള്ളാഹ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായ. എന്താ അയാൾ പറഞ്ഞത്? ഇവിടെ അടുത്തോടെ ഉണ്ട് എന്നാ കേട്ടത്. കൊണ്ടുവരൂ, നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരൂ. അദ്ദേഹത്തിന്റെ മുഴുവൻ വാദഗതികളും തെറ്റാണെന്ന് ഈ കടുങ്ങാത്തുകൊണ്ടിൽ വെച്ച് നമുക്ക് തെളിയിക്കാം. അതാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലെങ്കിൽ AP ആയാലും EK ആയാലും കുഴപ്പമില്ല, അതൊക്കെ പഴച്ചതാണ്. അതിനേക്കാൾ നല്ലത് നിരീശ്വരവാദിയാകലാണ്. നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവൻ. എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് അയാൾ പറയുന്നത്. ഈ അടുത്ത് ശബാബിൽ ഒരു ചോദ്യം, മുജാഹിദിന്റെ പത്രത്തിൽ ചോദ്യം എന്താണെന്നറിയോ? ഗാന്ധിജി സ്വർഗത്തിലാണോ? ഗാന്ധിജി മഹാനായ മനുഷ്യനാണ്, നമുക്കതിൽ തർക്കല്ല. പക്ഷെ ചോദ്യം ഗാന്ധിജി സ്വർഗത്തിലാണോ? ശബാബിന്റെ മറുപടി, സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ശിഹാബ് തങ്ങളും ഖലീൽ തങ്ങളും ഒക്കെ നരകത്തിലാണെന്ന് ഉറപ്പിച്ചു പറയുന്ന മുജാഹിദികൾക്ക് ഗാന്ധിജി സ്വർഗത്തിലാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനോടുള്ള ഓർമ്മ. ആര് പറഞ്ഞു? ഇവിടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകൾ. എവിടെയാണ്? ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് അള്ളാഹുമായി എന്ത് ബന്ധമുണ്ട്? ഒരു ബന്ധവുമില്ല. ഇല്ലാന്ന് ഞാൻ നിങ്ങളോട് ഒറ്റ വാക്ക് പറയട്ടെ സഹോദരന്മാരെ, എന്റെ കടുങ്ങാത്തുകൊണ്ടിലും പരിസരത്തുമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വലതുകാതിൽ നാം ആദ്യം കേൾപ്പിക്കുന്ന ശബ്ദമേതാണ്? ബാങ്കിന്റെ ശബ്ദമല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇവിടെ എല്ലായിടത്തും? അതിലാർക്കും തർക്കമില്ലല്ലോ. മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ വരെ കഴിഞ്ഞ വർഷം വരെ പഠിപ്പിച്ചു, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലതുകാതിൽ ബാങ്ക് കൊടുക്കണം. അങ്ങനെ ബാങ്ക് കൊടുത്താൽ എന്താ മെച്ചം? ആ കുട്ടിയെ പിന്നെ പിശാച് സ്പർശിക്കില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്താർക്കും തർക്കമില്ല. പക്ഷെ അള്ളാന്റെ ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരിപ്പ പറയുന്നത് അങ്ങനെ ഒരു ബാങ്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല, അതൊക്കെ അനാചാരമാണ്, അനാചാരം ചെയ്തവൻ നരകത്തിലുമാണ്. അപ്പം ബാങ്ക് കൊടുത്തപ്പോ നരകത്തിലാണെന്നാണ് ഇപ്പൊ പുതിയ വാദം. എന്താ സംഭവം? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് അറിയാം ബാങ്ക് കൊടുത്താ പിന്നെ കുട്ടിനെ മുജാഹിദാവാൻ കിട്ടൂല. അപ്പൊ ഇതിങ്ങനെ പോയപ്പോ സക്കരിയ സുലാഹിന്റെ അടുത്ത് മെല്ലെ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, സംഗതി നിങ്ങൾ ആ ബാങ്ക് ഒന്ന് നിർത്തണം, കാരണം ഇത് വലിയ ഇടങ്ങാറാണ്. എല്ലാ കുട്ടിക്കും പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ബാങ്ക് കൊടുത്താൽ ഇവിടെ മുജാഹിദാവാൻ ആളെ കിട്ടും, അതുകൊണ്ട് നിർത്തണം. ഫത്വ നോക്കിക്കോ മുസ്ലിം സഹോദരന്മാരെ, ഇവരാണോ അള്ളാഹുവിന്റെ ആളുകൾ? സലഫിക്ക് എവിടുന്ന് കിട്ടിയതാ ഞങ്ങൾക്ക് അല്ലണ്ട്? എന്തിനാണ് ഈ ബാങ്ക് കൊടുക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ വലതുകാതിൽ നമ്മൾ ആദ്യം കേൾപ്പിക്കുകയാണ്, മോനെ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. എന്തിനാണ്? നീ രാജാവായാലും മന്ത്രിയായാലും എവിടെയായാലും അല്ലാഹുവാണ് വലിയവൻ. ഈ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഖബറിൽ ചെന്നാൽ എവിടെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്നാണ്. അവിടെയും മറുപടി പറയാനുള്ളത് അല്ലാഹു എന്നല്ലേ?
അപ്പൊ സഹോദര, എവിടെയും നമ്മുടെ റബ്ബ്. പക്ഷെ മുജാഹിദ് പറയുന്നു അസുന്നത്തില്ല. കേട്ടോ, ഞാൻ എന്റെ വകയിലൊന്നും പറയൂല. സാക്ഷാൽ സക്കരിയ സ്വലാഹിനെ ഞാൻ കൊണ്ടുവരുന്നു. പക്ഷേ ഗൾഫിൽ ചെന്നതുകൊണ്ട് തൊപ്പിയിട്ടാണ് അദ്ദേഹം വരുന്നത്. സാധനം അയാൾ തന്നെയാണ്. ഗൾഫിൽ ചെന്നതുകൊണ്ട് അയാളെ വാദം തന്നെ അങ്ങനെയാണ്. ഞങ്ങളൊരു പ്രദേശത്ത് എന്നാൽ അവിടെ ഭൂരിപക്ഷം അനുസരിച്ച് ചെയ്യലാണ് എന്നാണ് വസ്ത്രധാരണയിൽ. അപ്പൊ അമേരിക്കയിൽ ചെന്നാൽ ഇവരെന്താ ധരിക്കാന്ന് അല്ലാഹു ആരും. കാരണം ഭൂരിപക്ഷം അനുസരിച്ച് ചെയ്യണല്ലോ. കേട്ടോളൂ ഇയാളെ ഫത്വ. ഇയാൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അയാൾ പറയുന്നുണ്ട്, പണ്ട് നമ്മൾ പറഞ്ഞത് ഇഖാമത്തില്ല ബാങ്കുണ്ട് എന്നാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ബാങ്കുമില്ല. അപ്പൊ മാറ്റുന്ന പ്രസ്ഥാനാണെന്നും കൂടി നിങ്ങൾ വിലയിരുത്തണം. നിഷ്പക്ഷമായി വിലയിരുത്തണം. കേട്ടോളൂ ഫത്വ, പുതിയ ഫത്വയാണ് വെച്ചിട്ടുള്ളത്. പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുസത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായത്, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല, ഒന്നുമില്ല. കുട്ടി ജനിച്ചാല് കുട്ടിക്ക് മധുരം തൊട്ടു കൊടുക്കലുണ്ട്, തഹനീക്ക് എന്ന് പറയും, തേനോ എന്തെങ്കിലും ഒന്ന്, അതുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ സുന്നത്ത് വയ്ക്കലുണ്ട്. അപ്പൊ എന്തായി, എന്താ ഇപ്പൊ ഉള്ളത് നിങ്ങൾ കേട്ടല്ലോ. ആൺകുട്ടിയാണെങ്കിൽ സുന്നത്ത് കഴിക്കലുണ്ട്, പിന്നെ ഏതുകൊണ്ട് മധുരം തൊട്ടു കൊടുക്കലുണ്ട്. മുപ്പരെന്നെ പറയാ, പണ്ട് നമ്മൾ പറഞ്ഞു ബാങ്കില്ല ഇഖാമത്തിന്റെ അങ്ങനെയായിരുന്നു. ഞാൻ പറയുന്നു ഇനി അടുത്ത വർഷമാകുമ്പോ മധുരം തൊട്ടു കൊടുക്കലും ഇല്ലാതാവും. ഇങ്ങനെ മാറില്ലേ? പിറ്റത്തെ വർഷമാകുമ്പോ മാർഗം കഴിക്കലും ഇല്ലാതാവും. അപ്പൊ ഒറിജിനൽ മുജാഹിദ് ആവും. അങ്ങോട്ടാണ് പോക്ക്. ഏതായി ആധുനിക ഫുഖഹാക്കൾ നിങ്ങൾ പറ. ഇമാം ഷാഫിഈയും ഇമാം നബവിയും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരൊക്കെ സുന്നത്താണെന്ന് പറഞ്ഞ കാര്യം ആധുനിക ഫുഖഹാക്കൾ, ആധുനിക സുഫഹാക്കൾ സക്കരിയ സ്വലാഹിയും കായക്കൊടിയും എല്ലാവരും കൂടി ചേർന്ന് ആ ഹദീസ് ദഈഫാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥ വിശ്വാസത്തിൽ മായം ചേർത്തപ്പോൾ, യഥാർത്ഥ വിശ്വാസം ഏതാണെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ലോകം നീങ്ങിയപ്പോൾ രണ്ട് മഹോന്നതരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂർ മാതൂരിദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവര് നിലവിൽ വന്നു. അവര് മുന്നോട്ട് വന്നു. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസങ്ങളെ രേഖപ്പെടുത്തി. അതാണ് അശ്അരി ഇമാം പഠിപ്പിച്ച മാർഗം, മാതൂരിദി ഇമാം പഠിപ്പിച്ച. ഈ രണ്ട് ഇമാമിയങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അപ്പുറത്ത് ഒരാൾ എന്ത് വിശ്വസിച്ചാലും അത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തായ വിശ്വാസമാണ്. ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കട്ടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ വാക്കുകൾ. തുഹ്ഫയിൽ നിന്ന് വായിക്കുന്നു, ശരിക്ക് കേട്ടോളൂ. ഇത് വൈരാഗ്യം കൊണ്ട് പറയുന്നതല്ല, നന്നാവാൻ വേണ്ടി പറയാൻ. ഇബ്നു ഹജർ പറയുന്നത് കേട്ടോ, അൽ മുബ്തദിഉ, പുത്തൻവാദി എന്ന് പറഞ്ഞാൽ ആരാണ്? പുത്തൻവാദിയുടെ ശിക്ഷ ഞാൻ ഇന്നലെ പറഞ്ഞു. അവന്റെ ഒരൊറ്റ ഇബാദത്തും സ്വീകരിക്കൂല. അവൻ കേട്ടോളൂ, മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസ് സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിച്ചതിനെതിരെ വിശ്വസിക്കുന്നവൻ അവനാണ് പുത്തൻവാദി. കഴിഞ്ഞില്ല കേട്ടോ, മിമ്മാ കാന അലൈഹി നബിയ്യു വഅസ്ഹാബുഹു വമൻ ബഅദഹും, നബിതങ്ങളും സഹാബികളും അവർക്ക് ശേഷമുള്ളവരും വിശ്വസിച്ച വിശ്വാസം അതിനെതിരെ ചെയ്തവൻ. വൽ മുറാദു ബിഹിം, നബിയും സ്വഹാബത്തും അവർക്ക് ശേഷമുള്ളവരും എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം, അവർക്ക് ശേഷമുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? കേട്ടോ, ഫിൽ അസ്മിനത്തിൽ മുതഅഖിറ, പിൽക്കാലത്ത് നബിയുടെയും സ്വഹാബത്തിന്റെയും ശേഷം ആരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ? ഇമാമഹ അബുൽ ഹസൻ അശ്അരി വ അബൂ മൻസൂർ മാതൂരിദി വഅസ്ബാഉഹുമാ. കണ്ടോ, ഇമാം, നമ്മുടെ അഖീദയുടെ ഇമാം, നമ്മുടെ ഇമാമായ അബുൽ ഹസൻ തങ്ങളും അബൂ മൻസൂർ തങ്ങളും ഇവര് പഠിപ്പിച്ച ആശയത്തിനെതിരെ പഠിപ്പിച്ചവനാണ് പുത്തൻവാദി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടായി? അള്ളാഹുവിനെ കുറിച്ച് എന്തെല്ലാം മുജാഹിദുകളെ അനുയായികളോട് പറയുന്നു. ഇന്നലെ ഫൈസൽ ഹസന് പറഞ്ഞു,
ഖുബൂരി, ഖുറാഫി എന്നൊക്കെ പേര് ഇവർക്ക് കൊടുക്കണം. ഞാൻ പറയുന്നു, ഇത് സാധാരണക്കാരായ മുജാഹിദുകളോടല്ല. നിങ്ങൾ ഇത് കേട്ട് നന്നാവണം, നന്നായി പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. മുജാഹിദിനെ കുറിച്ച് അള്ളാഹു എന്താണ് നിങ്ങളൊന്ന് തീരുമാനിച്ചോ. മുജാഹിദ് ബാലുശ്ശേരി ആദ്യം വരുന്നു. രാമന്തലി പറഞ്ഞത് ചിലപ്പോ മുജാഹിദ് ബാലുശ്ശേരി അവിടെ പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കാൻ വരുന്നതാണ്. നമുക്ക് പ്രതീക്ഷ ഉണ്ട്. അള്ളാഹു ആലും ഇരിക്കട്ടെ. നമുക്ക് മുജാഹിദ് ബാലുശ്ശേരി ഒരു സത്യം പറയാൻ പോവാൻ. ശരിക്കും കേട്ടോളൂ. ഇപ്പൊ പറയുന്ന സത്യമാണ്. അയാൾ പറയുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാതെ വേറെ ഒരു വിശ്വാസം ഉണ്ടായിട്ടും കാര്യമില്ല. അത് ആദ്യം അദ്ദേഹം ഒന്ന് പറയട്ടെ. വെക്ക്. അപ്പൊ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് ശരിയായിട്ടേ ബാക്കിയൊക്കെ ശരിയായിട്ട് കാര്യമുള്ളൂ. അത് വളരെ ശരിയാണ്. അപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അതല്ലേ നമ്മുടെ മുദ്രാവാക്യം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ഇതല്ലേ നമ്മുടെ മുദ്രാവാക്യം. ഇതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. എന്നാ കേട്ടോ, ഇത് മുജാഹിദിനില്ല. അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദിന്റെ ധാരണ വൈരുദ്ധ്യമാണ്, മുഴുവനും തെറ്റാണ്. വെറുതെ പറയുകയല്ല. കൊണ്ടുപോവാ മോനെ. 952 അൽമനാർ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ അൽമനാർ എന്റെ കയ്യിലുണ്ട്. ആര് ആവശ്യപ്പെട്ടാലും ഞാനിത് കാണിച്ചു കൊടുക്കും. ഇതിലെന്താണ് പറഞ്ഞത് എന്നറിയോ? 1952 അൽമനാർ, ജനുവരി മാസത്തെ ഫതാബ് അൽമനാർ, അൽമനാറിന്റെ ഫത്വ. അതിലെന്താ പറയുന്നതെന്നറിയോ? ശരിക്ക് കേട്ടോളൂ. അള്ളാഹുവിന് അവയവം ഉണ്ടെന്നോ, അള്ളാഹുവിന് സ്ഥലം ഉണ്ടെന്നോ, അള്ളാഹുവിന് ഭാഗം ഉണ്ടെന്നോ ഒരാൾ വിശ്വസിച്ചാൽ അവൻ മുബ്തദി കാഫിർ ആകുന്നു. എങ്ങനെ? അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ, അള്ളാഹുവിന് അവയവമുണ്ടെന്നോ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ആരാകുന്നു? മുബ്തദി മാത്രമല്ല, മുബ്തദി കാഫിറാകുന്നു. 1952 മുജാഹിദിന്റെ വാദം എല്ലാരും കേട്ടല്ലോ. ഇനി ഇപ്പോഴുള്ള മുജാഹിദിന്റെ വാദം കൊണ്ടുവരാൻ പോവാണ്. ഈ അൽമനാർ അനുസരിച്ച് ഒരൊറ്റ സാധനം കാഫിർ അല്ലാത്തതിലുണ്ടാവില്ല. ഓല വാദം അനുസരിച്ചാണ്. നമ്മൾ പറയുന്നില്ല. ഇത് അവരുടെ പത്രമാണ്. 952 മുജാഹിദ് പറയാണ്, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അവൻ മുബ്തദിയും കാഫിറും ആകുന്നു. ഇനി കൊണ്ടുവാ. ശരിക്ക് കേൾക്കണേ. ഇത് ഞാന് ഒരു സ്ഥലത്ത് നിന്ന് സക്കരിയ സ്വലാഹിയോട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? അല്ല സക്കരിയ സ്വലാഹി, നിങ്ങൾ 952 അൽമനാരിൽ പറഞ്ഞു അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ അവയവമുണ്ടെന്നോ പറഞ്ഞ ഓൻ കാഫിറാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് അള്ളാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹ് ആകാശത്താണ്. ഇപ്പൊ പുതിയ പുസ്തകത്തിൽ പറയുന്നത് അള്ളാഹ്ക്ക് ഊരയും ഉണ്ട് എന്നാണ്. ഇപ്പൊ ഊരവേദന വരുമെന്നാണ് പുതിയ വീഡിയോ. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല സക്കരിയ സ്വലാഹി, പണ്ട് നിങ്ങൾ പറഞ്ഞത് അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞ ഓൻ കാഫിറാണെന്നല്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞതോ അങ്ങനല്ല, അള്ളാഹ്ക്ക് കൈ. അപ്പൊ രണ്ടും എതിരല്ലേ എന്ന് ചോദിച്ചപ്പോൾ സക്കരിയ സ്വലാഹിന്റെ മറുപടി എന്താണെന്നറിയോ? മുസ്ലിയാരെ, അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ ഓൻ കാഫിർ തന്നെയാണ്. പക്ഷെ അവയവുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കൈകാലുകൾ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവയവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പുതിയ മറുപടി. നിങ്ങൾ കേൾക്കണതൊക്കെ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞ ഓൻ കാഫിറാണ് കൃത്യമായി അയാൾ പറയുന്നു. പക്ഷെ അവയവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന് കൈയും കാലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേട്ടോ, മുജാഹിദ് നേതാവായ സക്കരിയ സ്വലാഹി ഇതും വിശ്വസിച്ച് മുജാഹിദാവണം. നിങ്ങൾ ചിന്തിക്കുകയും മുജാഹിദാവാൻ പറ്റുമോ? ഇത്തരം വിശ്വാസങ്ങൾ ഒരു ബുദ്ധിയുള്ളവനെ അനുകൂലിക്കാൻ കഴിയുമോ? ശരിക്ക് കേട്ടോളൂ. മുജാഹിദ് നേതാവ് സക്കരിയ സ്വലാഹി പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ഈമാൻ കാര്യത്തിലാണെന്നാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് പഴച്ചു. എന്നിട്ടോ അള്ളാഹ്ക്ക് സ്ഥലമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, അള്ളാഹ്ക്ക് അവയവുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് 1952 ഇവർ അൽമനാറിലെ ഫതാവൽ മനാർ, അൽമനാറിലെ ഫത്വകളിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്നോ അവയവമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ മുബ്തദി കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഇവർ തന്നെ പറയുന്നു അള്ളാഹ്ക്ക് ഭാഗമുണ്ട്. സുഹൃത്തുക്കളെ, 52 പറഞ്ഞതും ഇപ്പൊ 2002 പറഞ്ഞതും ഇപ്പൊ 2010 ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് അവയവമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ വാദിച്ചവൻ മുബ്തദി കാഫിർ തന്നെയാണ്, സംശയമല്ല. പക്ഷെ ഞങ്ങളും വാദിക്കുന്നില്ല. അള്ളാഹുവിന്റെ കൈയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട് എന്നൊക്കെ ഖുർആനിൽ വന്നത് അതുപോലെ പറയും, അതിന്റെ അർത്ഥവും പറയും. അത് അവയവമല്ല,
കാരണം അവയവം ഉണ്ടാകൽ ശരീരത്തിലല്ലേ. അള്ളാഹ്ക്ക് ശരീരമുണ്ടോ ഇല്ല എന്നൊരു തർക്കം ആദിമകാല മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ തർക്കം മുഴുവനും. ബഹുബലിക്ക് തന്നെ തിരിയുന്നുണ്ട്. ഞങ്ങൾ അവയവണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അവയവണ്ട് എന്ന് പറഞ്ഞ അവൻ കാഫിർ തന്നെ. ഞങ്ങൾ കയ്യും കാലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ അതുകൊണ്ട് കഴിഞ്ഞു ഇല്ലട്ടോ. ശരിക്ക് കേൾക്കണേ. ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്താ? അവയവണ്ട് പറഞ്ഞ കാഫിറാന്നല്ലേ. അപ്പുറത്തെ സ്റ്റേജിൽ പോയിട്ട് സക്കരിയാസരായി പറയുന്നു അള്ളാഹ്ക്ക് അവയവം ഉണ്ട് എന്നതും ശരി തന്നെയാണ്. ശരിക്ക് ചിന്തിച്ചോ മുസ്ലിമേ. പരലോകത്തേക്ക് പോകണ്ടേ? അള്ളാഹിനെ കുറിച്ചാണ് ഈ വൈരുദ്ധ്യം പറയുന്നത്. ഇപ്പൊ പറഞ്ഞത് അവിടെ വിടുക. കയ്യും കാലും അതൊക്കെ വിട്ടു. അവയവണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്നല്ലേ പറഞ്ഞത്. അതേ നാവ് കൊണ്ട് സക്കരിയ സരാഹി പറയുന്നത് കേട്ടോ. തനിച്ച വൈരുദ്ധ്യം പറയുന്നത് അള്ളാഹ്ക്ക് അവയവവും ഉണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താ മൗലവി? മറന്നോ? അള്ളാഹ്ക്ക് അവയവമുണ്ടെന്ന് പറഞ്ഞാൽ ഓൻ കാഫിറാണെന്നല്ലേ നേരത്തെ ഫത്വ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ ഹുക്കം എന്താണ്? അത് നിങ്ങൾ പറയേണ്ടതാണ്. ഞങ്ങൾ പറയൂല. സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ അണികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ല അള്ളാഹനെ എന്നിട്ട് ഇയാള് പറയുന്നത് എന്താ അറിയോ? ദീനിൽ വൈരുദ്ധ്യം പറയാൻ പറ്റൂല എന്ന് സക്കരിയാസലായി. അതായാലും വലിയ തമാശയായി പോയി. ഈ രൂപത്തിൽ വൈരുദ്ധ്യം പറഞ്ഞ ചങ്ങാതി വേറെ സ്ഥലത്ത് വന്നിട്ട് പറയുന്നത് കേട്ടോ, ഇത് ദീനാണ്, ഇതിൽ വൈരുദ്ധ്യം പറയാൻ പറ്റൂല. അതും കൂടി കേട്ടാ അത് പൂർണ്ണമാവും. ഇത് ദീനിന്റെ കാര്യമാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയക്കാരെ പ്രസംഗം പോലെ ഇന്ന് പറഞ്ഞ് നാളെ മാറ്റിപ്പറയാ, നാളെ പറഞ്ഞ് മറ്റന്നാ മാറ്റി പറയുന്ന വിഷയമല്ല. ഇത് ദീനിന്റെ വിഷയമാണ്. മുമ്പ് എഴുതിയതൊക്കെ വിഴുങ്ങിക്കൊണ്ട് സാധാരണക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിക്കരുത്. അപ്പൊ കണ്ടങ്ങള് എല്ലാ സ്ഥലത്തും വൈരുദ്ധ്യം മാത്രം പറയാ. എന്നിട്ട് മൂപ്പർ തന്നെ പറയാ ദീനിന്റെ കാര്യമാണ്, അതിൽ വൈരുദ്ധ്യം നടക്കൂല. നിങ്ങൾ മറുപടി പറ. ജനങ്ങളോട് തുറന്നു പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു കാലത്ത് പറഞ്ഞു അള്ളാഹ്ക്ക് അവയവം ഉണ്ട്, പിന്നെ പറഞ്ഞു ഇല്ല, പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞു വൻ കാഫിർ. ഈ രൂപത്തിൽ പോയാൽ നിങ്ങൾക്ക് മരിച്ചു പോകണ്ടയോ സഹോദരന്മാരെ? ഇനി കേട്ടോട്ടോ. ഇപ്പൊ മുജാഹിദ് പറയാണ്, ഇപ്പോൾ മുജാഹിദ് പറയുന്നത് അള്ളാഹ്ക്ക് കൈ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം ഞാൻ പറയും. അള്ളാഹ്ക്ക് കൈ ഉണ്ട് എന്ന് പറഞ്ഞവൻ കാഫിറാന്നല്ലേ നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മുജാഹിദിന്റെ ഇടയിൽ ഭയങ്കര തർക്കം. എന്താ? ഒരു മൗലവി പറയുന്നത് അള്ളാഹ്ക്ക് കൈ ഉണ്ട്, പക്ഷെ രണ്ട് കൈകളും വലതാണ്. അള്ളാഹ്ക്ക് ഇടത് കൈ ഇല്ല, അതൊരു വികലാംഗനാണ് എന്നാണ് ഒരു മൗലവിന്റെ അഭിപ്രായം. ഇതൊക്കെ ബല കൂട്ടത്തിൽപ്പെട്ട സാധനാണ്. അള്ളാഹിന്റെ രണ്ട് കൈയും വലതാണ്. അതിലൊരു തമാശയും കൂടി ഉണ്ട്. അള്ളാഹ്ക്ക് ഭാഗം പറയാനൊന്നും നമ്മളില്ല, പക്ഷെ അള്ളാഹിന്റെ രണ്ട് കൈയും വലതാണ്. ഈ വലത് അറിഞ്ഞ എന്നല്ല ഭാഗം. മലയാളം തിരിയില്ല. ഇതാണോ മുജാഹിദ് നിങ്ങൾക്ക് തോന്നിപ്പോവും. ഒന്നും വിചാരിക്കണ്ട, ശരിക്ക് കേട്ടോളൂ. പരസ്പര വൈരുദ്ധ്യം. അള്ളാഹിന്റെ രണ്ട് കൈയും വലതാണ്, ഭാഗം പറയാൻ നമ്മളില്ല, പക്ഷെ അള്ളാഹിന്റെ കൈ വലതാണ്. കേട്ടോളൂ. അത് പറയുന്നത് മുനീർ മദനിയാണ്. വലിയ വലിയ ആൾക്കാരാണ്. കേട്ടോ കേട്ടോ. അവന്റെ രണ്ട് കൈകളും വലതാണ്. ഭാഗം എന്ന് പറയാനോ അള്ളാഹ്ക്ക് രൂപം പറയാനോ ഒന്നും നമ്മളില്ല, പറയാൻ പറ്റൂല. പിന്നെ രണ്ടും വലതാണ്. വലത് പറഞ്ഞാൽ ഭാഗല്ലേ ചങ്ങാതി? നിങ്ങൾ ചിന്തിക്ക്, ഭാഗം പറയാനൊന്നും നമ്മളില്ല, പക്ഷേ രണ്ടും വലതാണ്. അപ്പൊ ഇടതില്ല എന്ന് അയാൾ പറയുന്നു. എന്നാ സക്കരിയാസലായി അതൊന്നും കൂടി വ്യക്താക്കിയിട്ട് പറയുന്നുണ്ട്. എന്ത്? അള്ളാഹ്ക്ക് ഇടത് കൈ ഇല്ല. കേട്ടോളൂ. വെക്ക്. അവന്റെ രണ്ട് കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ. ആ രണ്ട് കൈകളിലും ഷിമാലില്ല, ഇടതില്ല. കേട്ടല്ലോ നിങ്ങള്? ഇടതില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞ്. ഇനി കൊണ്ടുവാ അൽമനാർ, ശരിക്ക് വായിച്ചോളൂ. അള്ളാഹുവിന്റെ ഇടത് കൈ ശരിക്ക് എഴുതിയത് കണ്ടോ? നേരത്തെ മൽമനാറിൽ അള്ളാഹുവിന്റെ ഇടത് കൈകളെ കുറിച്ച് സൂചിപ്പിച്ച ഭാഗം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആലാക്ക് ഇടത് കൈ വായിച്ചോളൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഇടത് കൈയെ കുറിച്ച് വന്ന പരാമർശമാണ്. അള്ളാഹുവിന്റെ ഈ ഭൂമിയെയും ആകാശത്തെ കുറിച്ചും പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കൈ ഇടത് കൈ എന്നാണ് അൽമനാർ പറയുന്നത്. ഇനി അടുത്തുകൂടി കളി രണ്ടിലോ തന്നെയാണ്. ഇടത് കൈ എന്ന് അള്ളാഹുവിന് രണ്ട് കൈയുണ്ട്, ഒന്ന് ഇടതാണ് ഒന്ന് വലതാണ് എന്നെഴുതിയ ഇവരിപ്പ പറയുന്നു അള്ളാഹുവിന് ഇടത് കൈ ഇല്ല, അള്ളാഹുവിന്റെ രണ്ട് കൈയും വലതാണ്. അപ്പൊ തീരുമാനമായിട്ടില്ല.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽമനാർ പറഞ്ഞതും ഈ മുജാഹിദ് മൗലവിമാര് പറയുന്നതും കടുത്ത വൈരുദ്ധ്യം. അപ്പൊ 5 കാര്യങ്ങൾ മനസ്സിലായി. ഒരു മൗലവി പറയുന്നു ആദ്യത്തെ 1952 അള്ളാഹുവിന് അവയവമോ കൈകാലുകളോ ഭാഗമോ സ്ഥലമോ ഉണ്ട് എന്ന് പറഞ്ഞ അവൻ കാഫിർ. പിന്നെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ കൈകാലുകൾ ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹ് കൈകാലുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അവയവുണ്ട് എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. മൂന്നാമതായി പറഞ്ഞു അവയവമുണ്ട് എന്നതും ശരിയാണ്. നാലാമതായി മുജാഹിദിന്റെ അടുക്ക് തർക്കം അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, രണ്ടും ഒന്ന് വലത് ഒന്ന് ഇടത്. അൽമനാർ. അതേ സമയത്ത് മൗലവി പറയുന്നു അള്ളാഹിന്റെ 2 കൈയും ഇടതാണ്. ആകെ പ്രശ്നമായി. അള്ളാഹിനെ കുറിച്ച് ഒരു ബോധമില്ലാതായി. നിങ്ങൾ ഒന്നുകൂടി കേട്ടോട്ടോ. ഇനിയിപ്പോ അള്ള എവിടെ? ബാലുശ്ശേരി പറയുന്ന അള്ള ആകാശത്താണ്. നേരത്തെ 52 അൽമനാറിൽ പറഞ്ഞ എന്താ? അള്ള ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞ അവൻ കാഫിറാണ്. ശരിക്ക് കേട്ടോളൂ സഹോദരന്മാരെ, മുജാഹിദ് ബാലുശ്ശേരി വന്നിട്ട് പറയാണ് അള്ള ആകാശത്താണ്. ആകാശത്താന്നല്ല, ഇതിന്റെ തെളിവാങ്ങൾ കേൾക്കണ്ട്. എന്താ അറിയോ? നമ്മൾ ദ്വാരക്കുമ്പോ കൈ ഇങ്ങനെയല്ലേ പിടിക്കുക. അപ്പൊ ഈ സാധു മനസ്സിലാക്കിയത് അള്ള ആകാശത്തായതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നതാണ്. അപ്പൊ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാതാണ് സാധു മനസ്സിലാക്കിയത്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം. അള്ള ആകാശത്തിലായതുകൊണ്ട് എങ്ങനെ? അല്ലെ പിന്നെ എല്ലായിടത്തിലും ആണ് ഇങ്ങനല്ലേ? ഇങ്ങനെ 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 ആർക്കും മനസ്സിലാവും. അപ്പോ അള്ളാഹു ഉപരിലോകത്താണെന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ അല്ലെ പിന്നെ അത് വരക്കേണ്ട കോലങ്ങൾ കണ്ടോ? അള്ള ആകാശത്തിന് അല്ലെ മൂപ്പര് അതൊന്ന് കാണിച്ചു കൊടുക്കുന്നൂടി. അതൊക്കെ എപ്പോഴും എല്ലാവർക്കും കാണിക്കാൻ കഴിയില്ല. ആർക്കും മനസ്സിലാവില്ല, ഇങ്ങക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ സഹോദര, ഇതൊക്കെ ചിന്തിക്കാൻ കൂടുതൽ ബുദ്ധി വേണോ? എന്റെ മുസ്ലിമേ, അള്ള ആകാശത്താന്ന് പറഞ്ഞ എങ്ങക്ക് ചോദിച്ചൂടെ ആരാ മൗലവി ആകാശം പഠിച്ചത്? അല്ല, നിങ്ങൾ ഇവിടെ അടുത്തന്നെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പറ, ആരാണ് ആകാശം പഠിച്ചത്? ആകാശം പഠിച്ചത് അള്ളാഹു. ആകാശം പടക്കുന്നതിന് മുമ്പ് അള്ള ഇല്ലേ മൗലവി? ഉണ്ട്. അന്നുള്ള എവിടെയായിരുന്നു പറയണം. എവിടെയായിരുന്നു അന്നുള്ള എവിടെ? സ്വർഗത്തിലോ? സ്വർഗം പഠിച്ചത് അള്ളാഹുവാണ്. സ്വർഗം പഠിച്ചതും അള്ളാഹുവാണ്. അന്നുള്ള എവിടെയായിരുന്നു പറയണം മറുപടി. ഇതൊക്കെ ചിന്തിക്കണ്ടേ സഹോദരന്മാരെ? എനിക്കഴിഞ്ഞോ? ഇല്ലട്ടോ. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇതൊക്കെ എന്തിനാണ് ഈ വാദം ഇവിടെ കൊണ്ടുവന്നത്? ശരിക്കും പഠിച്ചോളൂ മുസ്ലിമീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള സർവ്വവാദവും മുസ്ലിം സമുദായത്തിന് നശിപ്പിച്ച ഈ കൂട്ടർ എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് കൃത്യമായി പഠിച്ചോളൂ. ഇത് വളരെ വിലപ്പെട്ട വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതെന്തിനാണ് സഹോദരന്മാരെ? ശരിക്ക് ചിന്തിക്കണം. എന്തിനാണ് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞത്? ശരിക്കും മനസ്സിലാക്കിക്കോ. മുസ്ലിം സമുദായത്തെ കുറിച്ച് ഇതര മതസ്ഥർ തെറ്റിദ്ധരിക്കാനും മതക്കാരെ മുമ്പിൽ ഇസ്ലാമിനെ നാണം കെടുത്താനും വേണ്ടി തന്നെയാണ് കേരളത്തിലെ മുജാഹിദുകൾ ഈ വാദം കൊണ്ടുവന്നത് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞാൽ, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ അടിക്കാനുമുള്ള വടി അതുണ്ടാക്കി കൊടുക്കലാണ് കേരളത്തിലെ മുജാഹിദുകളുടെ പണി. നിങ്ങൾ നോക്കൂ, ഇവർ പരസ്പര വൈരുദ്ധ്യമായ അഭിപ്രായം പറയുന്ന അതിനാണ്. ഇസ്ലാമിനെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്ക് കേട്ടോ, ഞാനത് വേദനയോടെ പറയുന്നു. എന്റെ കടുങ്ങാത്തുമുണ്ടിലും പരിസരത്തുമുള്ള മുഅ്മിനീങ്ങളെ, ജൂതന്മാർക്ക് ഇസ്ലാമിനെ അടിക്കാനുള്ള മാറ്ററുണ്ടാക്കി കൊടുക്കുന്നു. ക്രിസ്തീയ പുരോഹിതന്മാർ, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നവർ, അവർക്ക് ഇസ്ലാമിനെ അടിക്കാനുള്ള വടിവരാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒരു പുരോഹിതന് ഞാൻ കൊണ്ടുവരാം. ഇവരിപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് വന്ന ചില പരാമർശങ്ങൾ, അതാണ് ഇപ്പൊ ഇവിടെ വിഷയം. യദ്, വജ്ഹ്, അതുപോലെ അല്ലാഹു തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, ഇത്തരം ആയത്തുകളെ കുറിച്ച് പരസ്പര വൈരുദ്ധ്യമുള്ള പ്രസ്താവനകൾ ലോകത്ത് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവർക്ക് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈരുദ്ധ്യം പറയേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, വജ്ഹ് അല്ലെങ്കിൽ യദ്, ഇത്തരം പദങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ ആ പദങ്ങൾക്ക് എന്തർത്ഥം കൊടുക്കണം? അത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നബവി ഇമാമിന്റെ ആ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം ഞാൻ വായിക്കും. ഈ തീരുമാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഇമാമിങ്ങളുടെ കിതാബിൽ വരെ വെട്ടിപ്പ് നടത്തിയിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു നമ്മുടെ സമുദായത്തെ നശിപ്പിക്കുകയാണ് കേരളത്തിലുള്ള പുത്തൻവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തുവെന്നോ
വളരെ ഗൗരവത്തോടെ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന് കയ്യും കാലും സ്ഥലവുമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കടുത്ത തട്ടിപ്പുകളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇത്ര കാലമായി ഇവിടെ ചെയ്തു പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇതെന്താണ് സാധനം? ശരിക്ക് നോക്കണം. ഇത് ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണ്. നമ്മുടെ ഇമാമിന്റെ പേരിൽ എഴുതപ്പെട്ട ഒരു കിതാബാണിത്. ഈ കിതാബിന്റെ പേര് അൽ ഇബാന ഫി അൻ ഉസൂലിദ് ദിയാന. നമ്മുടെ ഇമാമിന്റെ പേരിൽ കിതാബ് എഴുതി. എന്നിട്ട് ഈ കിതാബിലിതാ സഹോദരന്മാരെ, ഈ കള്ളപ്രബോധനവുമായി നടക്കുന്ന പുത്തൻവാദികൾ ഈ ഇമാം അശ്അരിയുടെ കിതാബിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അള്ളാഹ്ക്ക് കൈകളുണ്ടെന്നും അള്ളാഹുവിന് കാലുണ്ടെന്നും അള്ളാഹുവിന് അവയവമുണ്ടെന്നും ഇമാം അബുൽ ഹസനുൽ അശ്അരി പഠിപ്പിക്കുന്നു എന്ന് ഇപ്പോൾ ഇവരെ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഇമാം അബുൽ ഹസനുൽ അശ്അരിയുടെ കിതാബിൽ ഇമാം അവറുകൾ പറയാത്ത കാര്യങ്ങൾ കിതാബിൽ വരെ കള്ളത്തരങ്ങൾ കൂട്ടിച്ചേർത്ത് സമുദായത്തെ നശിപ്പിക്കുന്നു. മുസ്ലിമീങ്ങളെ ജാഗ്രത പാലിക്കണം. ഇമാമീങ്ങളെ കിതാബ് വരുത്തിയിരുത്തുന്നു. ഇമാം പറയാത്ത ആദർശം കൊണ്ടുവരുന്നു. ഇമാം അവറുകളുടെ യഥാർത്ഥ അൽബാന ഞങ്ങളെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞത് അള്ളാഹുവിന് അവയവമുണ്ടെന്നോ അള്ളാഹു ഇന്ന സ്ഥലത്താണെന്നോ വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ കാര്യം ഇമാം അവറുകളുടെ പേര് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പോലും പറയുന്നു. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തിനായി പണിയൊക്കെ ചെയ്തത്? പേരോട് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? ഈ ക്രിസ്തീയ പുരോഹിതന്മാർക്ക്, അതുപോലെ ഇസ്ലാമിനെ എതിർക്കുന്ന ജൂതന്മാർക്ക് മേത്തറുണ്ടാക്കി കൊടുക്കാൻ, അവരെ ഇസ്ലാമിനെതിരിൽ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. സമുദായം ഇത് മനസ്സിലാക്കണം. കിട്ടിയല്ലോ. അദ്ദേഹം ഇസ്ലാമിനെ ഈ അക്ബർ മൗലവി എന്ന് കേട്ടപ്പോ നിങ്ങൾ മനസ്സിലായിണ്ടോ? ഈ സംവാദങ്ങളൊക്കെ നടത്തും, ചിലപ്പോ സ്നേഹ സംവാദമൊക്കെ നടത്തിയിട്ട് വലിയ മൗലവിയാണ് ആള്. അയാളെ കാര്യം തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ. അയാൾ എന്നെ രണ്ടഭിപ്രായം പറഞ്ഞിട്ട് ഈ ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്ന ഇവര് വരെ പറയേണ്ടി വന്നു. അയാളെ പറഞ്ഞിട്ട് പുരോഹിതന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? അവരുടെ നിലപാട്, അവർ പറയുന്നത്, ഇവര് ഇങ്ങനെ ഈ ഖുർആനും സുന്നത്തും പറയുമ്പോ അവര് മനസ്സിലാക്കി ഖുർആനും സുന്നത്തും പറഞ്ഞാൽ ഇവര് പറയുന്നതും അത് തന്നെയാണ്. പക്ഷേ അതിന്റെ പേരിൽ മുസ്ലിങ്ങളാണ് ചൂഷണം ചെയ്യപ്പെട്ടത്. മുസ്ലിം സമുദായമാണ് അനുഭവിക്കേണ്ടി വന്നത്. അതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സമുദായത്തിന് മുജാഹിദുകൾ വന്നതുകൊണ്ടുണ്ടായ നേട്ടമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അല്ലാതെ നമുക്ക് അവരോടൊരു ദേഷ്യവുമില്ല. ഇത്തരം ഇസ്ലാമിന്റെ എതിരാളികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന, ഏണി വെച്ചു കൊടുക്കുന്ന ഏർപ്പാട് എന്ന് മാത്രമല്ല, ആ പുരോഹിതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വജ്ഹ് മുഖം, അതുപോലെ എതിന് കൈ, ഇങ്ങനെയൊക്കെ അർത്ഥം വെച്ചു കൊടുത്താൽ സൂറത്തുൽ റഹ്മാനിൽ ഒരു ആയത്തുണ്ടല്ലോ, എന്താണ്? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക്. അതിന്റെ അർത്ഥം എന്താ? ഇയാൾ ചോദിക്കാണ്, അതെല്ലാം നശിക്കും, അള്ളാന്റെ മുഖം ഒഴികെ. അപ്പൊ അള്ളാന്റെ മുഖം മാത്രം ഇങ്ങനെ നിന്ന് ബാക്കിയൊക്കെ നശിക്കുന്നാണോ മൗലവി അതിന്റെ അർത്ഥം? നമ്മൾ ചോദിക്കല്ല, ക്രിസ്തീയ പുരോഹിതൻ ചോദിക്കുന്നു എന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളയ്ക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളയ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സുരാക്കാലികൾ എന്ന് പറയുമ്പോൾ എന്തോ സാധന മനസ്സിലാക്കണ്ട. അതൊക്കെ ഈ മുജാഹിദുകളെ കൊണ്ടുണ്ടായ പൊല്ലാപ്പാണ്. കാരണം അവര് പരിഭാഷ ഇറക്കും. എന്നിട്ട് സൂറത്തുൽ ബഖറ അവിടെ ഓന്റെ വക അർത്ഥം പശു. ഇതെന്ത് പശു എന്നൊന്നും പറയില്ല, പശു. അൻആമിന്റെ അപ്പുറത്ത് കാലികൾ. അപ്പൊ ഇയാളിങ്ങനെ വായിച്ച് സുര, അപ്പുറത്ത് കാലികൾ, രണ്ടും കൂടി കൂട്ടിയിട്ട് സുരാ കാലികൾ. സൂറത്തുൽ അൻആം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ മുജാഹിദുകൾ പരിഭാഷ ഇറക്കിയിട്ട് നമ്മുടെ സമുദായത്തിന് വന്നൊരു നാണക്കേട്. 102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സുര കൂടിയാലോചന 42ന്റെ 51 വാക്യത്തിലും
അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂര 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂര 55:26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂര 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂര 20:36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്നാൽ പ്രിയ സ്നേഹിതരെ, ജനാബ് അക്ബർ മൗലവിയുടെ ഇന്നത്തെ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ഇതെല്ലാം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഖുറാനിൽ നിന്ന് വായിക്കണമെന്നാണ്. കഷ്ടമെന്ന് പറയട്ടെ, ജനാബ് അക്ബർ മൗലവിയുടെ വ്യാഖ്യാന ശാസ്ത്രം നാം അതേപോലെ എടുക്കുകയാണെങ്കിൽ സൂറ 28:88 പറയുന്നത് അള്ളാഹുവിന്റെ മുഖമൊഴികെ സകലവും നശിച്ചു പോകും. അള്ളയുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട് അള്ളയുടെ ദേഹം ശിരസിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മുഖം മാത്രമായി ജനാബ് അക്ബർ മൗലവി പറയുന്നത് എല്ലാം നമ്മൾ അങ്ങ് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണമെന്നാണ്. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നേ ഉള്ളൂ. ജനാബ് അക്ബർ മൗലവിയുടെ അതേ വ്യാഖ്യാന ശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം അള്ളാഹു ശിരസിൽ നിന്ന് ഉടൽ വിച്ഛേദിക്കപ്പെട്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനായി മുഖം മാത്രമായി ശേഷിക്കുന്ന ഏതോ ഒരു ആത്മാവാണ്. ഇത് നമ്മുടെ ദൈവം അല്ലേ? അല്ല. സുബ്ഹാന ജല്ല ജലാലുഹു, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബൈബിളിന് ഒരു അഭിപ്രായമേ ഉള്ളൂ, നിങ്ങളെ ഖുർആനിന് എങ്ങനെ 2 അഭിപ്രായം വന്നു? ഞാൻ പറയട്ടെ, ഇത് കേൾക്കുന്ന സഹോദര സമുദായങ്ങളോടും പറയുന്നു, ഇവിടെയുള്ള പുത്തൻവാദികളായ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അവര് പറയുന്ന ദീനാണെന്ന് ഒരിക്കലും ഒരാളും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വിശുദ്ധ ഖുർആനിന് അള്ളാഹുവിനെ കുറിച്ച് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, 2 അഭിപ്രായം തന്നെ ഇല്ല. എന്താണ് ഖുർആനിനുള്ള അഭിപ്രായം? നബിയെ തങ്ങൾ പറയുക, ഹുവല്ലാഹു അഹദ്. എത്ര വ്യക്തമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു ഏകനാണ്. പോരാ, അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. എന്താണ് സമദ് എന്ന വാക്കിന്റെ അർത്ഥം? പഠിച്ചു വെച്ചോളൂ. എല്ലാ വസ്തുക്കൾക്കും അല്ലാഹുവിലേക്ക് ആവശ്യമുണ്ട്, എന്നാൽ അല്ലാഹുവിന് ഒരൊറ്റ വസ്തുവിലേക്കും ആവശ്യമില്ല. അതാണ് അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കണ്ണ് എന്ന അവയവത്തിന്റെ ആവശ്യമുണ്ട്, അല്ലാഹുവിന് കാണാൻ കണ്ണ് എന്ന അവയവത്തിന്റെ ആവശ്യമില്ല. നമുക്ക് നിൽക്കാൻ സ്ഥലം എന്ന സൃഷ്ടി വേണം, അല്ലാഹുവിന് നിൽക്കാൻ സ്ഥലം വേണ്ട. അതല്ലേ നമ്മുടെ മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ചത്? ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ തുലാഖി. അല്ലാഹു പണ്ടേ ഉള്ളവനാണ്, എന്നൊന്നുമുള്ളവനാണ്. സൃഷ്ടികളോട് എല്ലാ രൂപത്തിലും വ്യത്യസ്തനാണ് അവൻ. സൃഷ്ടികളെ പോലെ അവനില്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു മറ്റൊരാളെ സന്താനമല്ല, അല്ലാഹുവിന് സന്താനങ്ങളും ഇല്ല. അല്ലാഹുവിനോട് തുല്യനായ ഒരു ശക്തിയും ലോകത്തില്ല. ഈ ഒരു അഖീദ പഠിപ്പിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സുന്നിയായി ജീവിക്കണം. എന്നിട്ട് ക്രിസ്ത്യാനികൾ പ്രസംഗിക്കാം. ഈ ക്രിസ്ത്യാനികൾക്ക് ആരാ ഏണി വെച്ച് കൊടുത്തത് സഹോദര? ആരാ? ഈ നാട്ടിലെ മുജാഹിദ. എന്നിട്ട് ബാലുശ്ശേരി പറയുന്നത് കേട്ടോ, ഞങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റാണ്, അല്ല തന്ന സമ്മാനാണത്രേ മുജാഹിദ്. നല്ല സമ്മാനം. ഒന്ന് കേട്ടോളൂ ബാലു ബശ്ശേരിയുടെ അഭിപ്രായം. ഇത് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാന്റെ സമ്മാനമാണ് കേരളം, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? സമ്മാനാണ് നിങ്ങൾക്ക്. ഇത് ക്രിസ്ത്യാനികളോട് അടിക്കണം. ഓക്കെ, ക്രിസ്ത്യാനികളോട് പറയാണ് നിങ്ങൾക്ക് സമ്മാനാണ്, ഇസ്ലാമിനെ അടിക്കാനുള്ള വടി ഞങ്ങൾ തരികയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ.
അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നുന്ന ഉസ്താദേ, ഇവരിപ്പോ അല്ലാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട് ഇതൊന്നും പറയരുത് ഞങ്ങൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞതല്ല. ലൈസ കമിസ്ലിഹി ശൈഇ, അല്ലാഹനെ പോലെ ഒരു വസ്തുവില്ല. സൃഷ്ടികളുടെ ഒരൊറ്റ വിശേഷണം അല്ലാഹ്ക്ക് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ ചില സ്ഥലത്ത് യദുല്ലാഹ്, അതുപോലെ തന്നെ വജ്ഹ്, അതുപോലെ തന്നെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, ഇങ്ങനെ ചില പരാമർശങ്ങൾ ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം അത് ഡിക്ഷണറി നോക്കി അർത്ഥം പറയാൻ പറ്റുന്ന ഗ്രന്ഥം അല്ല. അതാണ് ഏറ്റവും വലിയത്. ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആൻ പരിഭാഷയാണ്. അതൊക്കെ തെറ്റിദ്ധാരണ തിരുത്തപ്പെടണം. ചിലപ്പോഴൊക്കെ നമ്മളൊരു ആയത്ത് ഓതും, ആ ആയത്തിന് വല്ലതും കണ്ടുപിടിച്ച് നമ്മുടെ മുഫസ്സിറുകൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞാൽ അപ്പൊ എന്റെ ചോദ്യം, അത് പരിഭാഷയിലില്ലല്ലോ. പരിഭാഷയിൽ എങ്ങനെ ഉണ്ടാവുക? എന്താ ഈ പരിഭാഷ എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും അർത്ഥം എഴുതി വെക്കും, അത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒരു അർത്ഥം. അതുപോലെ ഓരോ വാക്കിനും ഓരോ അർത്ഥം കൊടുത്താൽ അത് പരിഭാഷയാകുമോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കാൻ പാടില്ല. അതാണ് വഹാബികൾക്ക് തെറ്റിപ്പോയത്. അതിന് ഡിക്ഷണറി കയറി മറിച്ചു. അതിലെന്താ ഉള്ളത്? യദുൻ, കൈ. കുഴപ്പമില്ല, അപ്പൊ അല്ലാഹ്ക്ക് കൈയുണ്ട്. ഇതാണ് പറ്റിയത്. അത് ഒരു അർത്ഥത്തിൽ ഇവരും പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോവാ നമ്മൾ അബ്ദുൽ ഹഖ് സുല്ലമി അയാൾ പറയുന്നുണ്ട് ഡിക്ഷണറി നോക്കി ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂല. സകല മുജാഹിദിനെ ചങ്കിന് പിടിക്കുകയാണ് നമ്മളെ അബ്ദുൽ ഹഖ് സുല്ലമി. അതൊന്ന് കേട്ടോളൂ. ഇടയ്ക്ക് അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് നമുക്ക് അതിന്റെ അർത്ഥം പറയാൻ പറ്റില്ല. ഡിക്ഷണറി നോക്കി അർത്ഥം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് വരുന്ന 2 or 3 ആയത്തിന് ശേഷം വരുന്ന ആയത്തുകൾ ഉണ്ടാകുന്നത്. അതിനാൽ അതിന്റെ മുനാസിബാത്തുകള്, അതുമായുള്ള തഅല്ലുഖാത്തുകള് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ അസ്സിയാഖുൽ ഖുർആനി എന്നാണ് സാങ്കേതികമായി അതിന് പറയുക. അസ്സിയാഖുൽ ഖുർആനി, ഖുർആനിന്റെ സന്ദർഭം എന്ന് പറയാം. സിയാഖ്, സന്ദർഭം മനസ്സിലാക്കുക. ഒരായത്ത് കണ്ട് നോക്കിയിട്ട് മുസാഫിർ മറിക്കുക, ഒരായത്ത് കണ്ടെടുക്കുക, അതിനർത്ഥം പറയാ പറ്റില്ല. കേട്ടോളൂ, പറ്റില്ല. പക്ഷെ പറയുന്ന ആളും ചെയ്യുന്ന പണി അതാണ്. എല്ലാരും ഖുർആൻ പണ്ഡിതനല്ലേ? ഖുർആൻ പണ്ഡിതൻ എവിടെ? ദർസിൽ പോയി. എന്തിനു ദർസിൽ പോകണം? ഞാൻ ഖുർആൻ പണ്ഡിതനാ. എങ്ങനെ ഖുർആൻ പണ്ഡിതനായത്? ഡിക്ഷണറി നോക്കി, പരിഭാഷ നോക്കി, അഫ്ദുൽ ഉലമയും പാസ്സായിട്ട് യദ് എന്ന് പറഞ്ഞാൽ കൈ നർത്തം വെച്ച് അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് സ്ഥിരപ്പെടുത്തിയാൽ പരലോകത്തെത്തുമ്പോ അള്ളാഹു വിടില്ല. എന്താ ഇമാമിങ്ങൾ പറഞ്ഞത്? ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലേക്ക് തന്നെ വാ. സൂറത്ത് ആൽ ഇംറാൻ അതിന്റെ 8ാമത്തെ വചനം കേട്ടോളൂ, ഞാനൊന്ന് ഓതിത്തരാം. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗ് ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ 2 രൂപത്തിലാണ് അള്ളാഹു സംവിധാനിച്ചത്. ഒന്ന് മുഹ്കമാത്ത്, അഥവാ സാധാരണ ആളുകൾക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തിരിയുകയും സാധാരണക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന രൂപത്തിലുള്ളത്. മറ്റൊന്ന് മുത്തശാബിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ വ്യാഖ്യാനം അറിയൂ, അല്ലെങ്കിൽ അതുപോലെയുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാർക്ക് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ കഴിയൂ. അല്ലാത്തവർക്ക് അത് തൊടാനേ കഴിയില്ല. ആ രൂപത്തിൽ മുത്തശാബിഹാത്തായ ആയത്തുകൾ ഉണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഹൃദയത്തിൽ നല്ല മതത്തെ തൊട്ട് സത്യദീനിനെ തൊട്ട് സത്യവഴിയെ തൊട്ട് തെറ്റിയ ആളുകൾ അവരെപ്പോഴും ഈ മുത്തശാബിഹാത്ത് പിടിച്ചിട്ടാണ് അവരെ പണി. അവരല്ലാഹ്ക്ക് കൈ കാല്, ഇതാണ് അവരുടെ സ്വഭാവമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയാ, അലിഫ് ലാം മീം ഖുർആൻ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇമാമിയങ്ങൾ പറഞ്ഞു 2 രൂപത്തിൽ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു അതാണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അല്ലാഹു അഅലം, നമുക്കറിഞ്ഞുകൂടാ അതിന്റെ അർത്ഥം എന്താ, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കിപ്പത് അറിയണമെന്നില്ല. പിന്നെ വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു അത് നമുക്ക് യോജിക്കുന്ന അർത്ഥം കൊടുക്കാം. അതെങ്ങനെ? ആലിഫ് അത് അള്ളാഹുവിലേക്കുള്ള സൂചന, ലാം ജിബ്രീലിലേക്കുള്ള സൂചനയാണ്, മുഹമ്മദ് എന്നത് മീം എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള സൂചനയാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ വഴി മുഹമ്മദ് നബിയിലേക്ക് വന്ന ഗ്രന്ഥമാണെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ നിലപാട് ശരിക്കും പഠിച്ചോളൂ. ഏതിന്ന് കൈന്ന് അർത്ഥം വെക്കാൻ പോണ്ട, കാലിന്ന് അർത്ഥം വെക്കാൻ പോണ്ട. ഞാനത് നബവി ഇമാം പറയട്ടെ എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്.
യൻസിലു റബ്ബുനാ തബാറക വതആല എന്നൊരു പരാമർശം സ്വഹീഹ് മുസ്ലിമിൽ ഒരു സ്ഥലത്തുണ്ട്. അതിന്റെ നേരർത്ഥം അല്ല ഇറങ്ങുന്ന അർത്ഥം പറയാൻ പാടില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, കേട്ടോളൂ. ഈ രംഗത്ത് മുസ്ലിം സമുദായത്തിന് രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. എന്താ രണ്ടഭിപ്രായം? ഈ ഒരു കാര്യത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നതാണ്. മുൻകാലത്തുള്ള പണ്ഡിതന്മാരും ഇക്കാലത്തുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഒന്നാണ്. ഏത് വിഷയത്തിൽ എന്നറിയൂ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു അർത്ഥമുണ്ട്, ആ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്നതിൽ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടാണ് എന്ന് നബവി ഇമാം പറയുന്നു. അപ്പൊ എത് എന്ന് പറഞ്ഞാൽ അതിന് കൈ എന്ന അർത്ഥം വെക്കാൻ പാടില്ല എന്നതിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് തർക്കമേ ഇല്ല. അതുപോലെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അവിടെ മുഖം എന്ന അർത്ഥം വെക്കാൻ പാടില്ല. യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ റബ്ബിറങ്ങും എന്നർത്ഥം പറയാൻ പാടില്ല എന്നതിൽ ഈ സമുദായം ഇജ്മാ ആണ് നബവി ഇമാമ പറയുന്നത്. പിന്നെ അവിടെ ഒരു തർക്കം എന്താണെന്നറിയോ? ആദ്യകാല പണ്ഡിതന്മാർ സലഫുകൾ അവര് പറഞ്ഞു, അവരെന്താ പറഞ്ഞത്? ഇത്തരം ആയത്തുകൾക്ക് ഒരർത്ഥവും നൽകണ്ട, ഒരു വ്യാഖ്യാനവും നൽകണ്ട. അപ്പൊ എത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അഅലം, അള്ളാഹ്ക്കറിയാം, നമുക്കറിയണമെന്നില്ല, അങ്ങനെ പറഞ്ഞു. അതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞത്. വേറെ ചില പണ്ഡിതന്മാർ പിൽക്കാലത്ത് വന്നു. അപ്പോ ചില യുക്തിവാദികൾ വന്നിട്ട് പറഞ്ഞു, മതത്തിൽ ഈ ഖുർആനിൽ ചില വാചകങ്ങൾ അർത്ഥം പറയാൻ പാടില്ലാത്തത്, അർത്ഥം കിട്ടാത്തതുണ്ട്. അപ്പൊ പിൽക്കാലത്തുള്ള ഇമാമിങ്ങൾ എന്ത് ചെയ്തു? അതിനോട് യോജിച്ച അർത്ഥം കൊടുത്തു. അതെങ്ങനെ? യൻസിലു റബ്ബുന പറഞ്ഞാൽ റബ്ബിറങ്ങുന്നല്ല അർത്ഥം പറയാ. പിന്നെന്താ? ഇമാമിങ്ങൾ പറഞ്ഞു അർത്ഥം ഇമാം നബവി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. നോക്കൂ, ഇമാം മാലിക് തങ്ങൾ അടക്കം എല്ലാവരും പറഞ്ഞത് ഐ യൻസിലു റഹ്മത്തു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങും, അതാണ് അതിന്റെ അർത്ഥം. കണ്ടോ നിങ്ങള്? അപ്പൊ യോജിച്ച അർത്ഥം അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു തആല ആകാശത്തിന്റെ മേൽ അത് ആധിപത്യം നേടിയിരിക്കുന്നു. അതുപോലെ അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം പറയില്ലേ, മൻമോഹൻ സിംഗിന്റെ കയ്യിലാണ് ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചു എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. പിന്നെന്താ? അധികാരത്തിലാണ് എന്നാണ്. അപ്പൊ അവിടെ ഒരു അധികാരം, ആ രൂപത്തിൽ അതിനോട് ചേരുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം നൽകാം എന്ന് പിൽക്കാല പണ്ഡിതന്മാർ പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഈ കൈ അതല്ല അതിന്റെ ഉദ്ദേശം. മുജാഹിദ് പറയാണ് അള്ളാഹിനോട് യോജിച്ച കൈ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? എല്ലാവർക്കും ഒരു കൈയല്ലല്ലോ. പൂച്ചനോടുള്ള കൈ നമുക്കുള്ള കയ്യാ? അല്ല, പൂച്ചനോട് യോജിച്ച കൈയല്ലേ. പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടൂല. സൃഷ്ടികൾക്കുള്ള വിശേഷണം ആ അർത്ഥത്തിൽ അല്ലാഹുവിന് കൊടുക്കാൻ പാടില്ല. ഇത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ഇതിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാണ്. പിന്നെ ഒരർത്ഥവും പറയണ്ടെന്നൊരു പണ്ഡിതന്മാര് പറഞ്ഞു. വേറെ ചില പണ്ഡിതന്മാര് പറഞ്ഞു അർത്ഥം നൽകാം, പക്ഷെ അത് നേരെ അർത്ഥമല്ല, പക്ഷെ അതിനോട് യോജിച്ച അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ്, എതിലാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. അള്ളാഹു യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തും അർശിലും അല്ലാഹു അധികാരം നടത്തിയിരിക്കുന്നു, അല്ലാഹു അവിടേക്ക് ആധിപത്യം നേടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് സാഹിത്യ പ്രയോഗമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ രൂപത്തിൽ ഓരോരുത്തർ തോന്നിയത് പറയല്ലേ. സുന്നത്തെ ജമാഅത്ത് വിട്ടു, ഇവർക്ക് ഒരു പ്രശ്നമില്ല, എന്നിട്ട് ഇങ്ങനെ തോന്നിയത് പറയാ. അള്ളാഹ്ക്ക് കൈ, ഇടത് കൈ ഇല്ല, ഉണ്ട്, ഒക്കെ പറഞ്ഞു എന്ന് മാത്രല്ല അള്ളാഹിനെ വളരെ മോശമാക്കി ചങ്ങാതിമാര്. കണ്ടില്ലേ നിങ്ങള്? മുജാഹിദ് ബാലുശ്ശേരി അയാൾ പറഞ്ഞു അവസാനം പറഞ്ഞു അല്ലാഹു തആലാക്ക് മലയാളവും അറിയില്ല. എന്താണിത്? റബ്ബിനെ കുറിച്ച് എന്താ പറയാന്ന് ഒരു ബോധമില്ല. 17 മുതലും കെടുത്തോ, ശരിക്ക് ചിന്തിച്ചോ. എപ്പോഴാ പറഞ്ഞെന്നറിയോ? നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയോട് ചോദിച്ചു, നിങ്ങളും ജുമഅക്ക് ഏത് ഭാഷയോ ഖുത്ബ ഓതല്? അപ്പൊ ഇയാൾ പറഞ്ഞു ഞങ്ങൾ മലയാളത്തിലാണ് ഓത്. അപ്പൊ അടുത്ത ചോദ്യം, അല്ലല്ല എന്തിനാ ഇപ്പൊ നിങ്ങൾ മലയാളത്തിലാക്കിയത്? തിരിയാന്. എന്നാ പിന്നെ നിസ്കാരമാണ് തിരിച്ചുടങ്ങക്ക്. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. എന്താ ആൾക്കാർക്ക് അറിയപ്പോ അതെന്താണ്? അപ്പൊ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സുഖം ഉണ്ടാവും? ബാങ്കൊക്കെ ഒന്ന് മലയാളത്തിലാക്കിക്കൂടെ? അപ്പൊ കേട്ടോ മുജാഹിദ് ബാലുശ്ശേരി നൽകുന്ന മറുപടി, അത് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്താ ചെയ്യാ, നിസ്കാരൊക്കെ അള്ളാനോടല്ലേ, അല്ല മലയാളി അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആക്കാത്തത്. കേട്ടോളൂ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം, എന്താ എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണോ നിസ്കരിക്കുന്നത്?
നിസ്കരിക്കുന്നവന്റെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അല്ലാഹുവാണ്. ആ അല്ലാഹുക്ക് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. ഓന്റെ ചങ്ങാതി അള്ളാഹ്ക്ക് അറിയാത്ത വല്ല ഭാഷയുണ്ടോ? അതാ നിങ്ങളെ ബേജാറ്. ഇനി അഥവാ അള്ളാഹ്ക്ക് മലയാളം തിരിയില്ല എന്ന് വെക്കുക, നിങ്ങൾ തന്നെയല്ലേ ബുദ്ധിമുട്ടാവുക? നിങ്ങൾ ഈ രൂപത്തിൽ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ട് ബഷറിയലും വല്ല വയ്ക്കൂലേ? അല്ല ബാബു, ശരി, ഒരു ഇബാദത്തും ചെയ്തിട്ടില്ല, ജുമൈ നിസ്കരിച്ചിട്ടില്ലേ? ഞങ്ങൾ ജുമൈ നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരം ഏതായാലും തെറ്റി. ഖുത്ബന്റെ അവസ്ഥ എന്താ? അള്ള ചോദിച്ചു, ഖുത്ബ ഓതിയില്ല. ഏത് ഭാഷയിൽ? മലയാളത്തിലോ? ഇനി എനിക്ക് മലയാളം തിരിയോന്ന് അള്ള ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യാ? ചെങ്ങാതിമാരെ, അങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സർവ്വ ഭാഷയും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. ഈ അള്ളാഹുവിനെതിരെ സംസാരിച്ചാൽ അതൊരിക്കലും നിലനിൽക്കുന്ന അദൃശ്യമല്ല. അതാണ് ഞങ്ങൾ ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് മാത്രമല്ലോ. ഒക്കെ ഇപ്പൊ അള്ളവരാളാന്ന് പറഞ്ഞില്ലേ? അള്ളാഹിനെ കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ. ഇനി അതുമല്ല രസം. പണ്ട് പോലെ പറഞ്ഞ എന്താ? അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിഞ്ഞൂടാ, അങ്ങനെ പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ കുറച്ച് പറയതിനെ കുറിച്ച്, അപ്പൊ പറയുന്നില്ല. അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യം അറിയുന്ന ഖുർആൻ പറഞ്ഞതാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കൂല ഇല്ലാ മനിർത്തല്ലാ ബിർ റസൂൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട റസൂൽ പോലെയുള്ള ആളുകൾക്കൊഴികെ. ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ റസൂൽ പോലത്തെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് ഇമാമിങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പൊ അവര് പറയാണ് അള്ളാഹ്ക്കും പറഞ്ഞ കാര്യം അറിയില്ല. അതെവിടെ പറഞ്ഞെന്നറിയൂ? സക്കരിയ സലായിയോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? അല്ല സക്കരിയ സലായി, സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ? അപ്പൊ ഇയാൾ പറഞ്ഞു, അതെങ്ങനെ ഖുർആനിലുണ്ടാവും? സ്ത്രീധനം പിന്നെ വന്നതല്ലേ? ഇങ്ങനെ ഒരു മുസീബത്ത് വരാനുണ്ട് എന്ന് അള്ളാഹ്ക്കേറ്റ മുമ്പ് അറിയോ? മുമ്പറി നിങ്ങൾ ചിന്തിക്കാം. അല്ലാഹു തആലക്ക് അറിയൂല എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്. അത് നമ്മളെ മൻസൂർ അവതരിപ്പിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോളൂ. ചെമ്മാടുള്ളൊരു മൗലവിയാണ്, സക്കരിയന്റെ ക്ലിപ്പിട്ട് ആൾ അവതരിപ്പിക്കാൻ. ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിലുണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് എന്ന് അള്ളാഹ്ക്കട്ടെ നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു പ്രസംഗമുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ന്യായീകരണങ്ങൾ വരുന്നത്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആനിൽ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആനിൽ ഹദീസിലുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്ന അള്ളാഹ്ക്ക് നേരത്തെ അറിയില്ലല്ലോ. അപ്പോ അയാളെ മുഴുവൻ പ്രസംഗയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീധനം ഹറാമാണെന്ന് ഇങ്ങനെ ഖുർആനിലുണ്ടാവോ? അത് പിന്നെ വന്നതല്ലേ എന്ന് ചോദിക്കാണിപ്പോ. സുബ്ഹാന ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ പേരിൽ തന്നെ കളവ് പറയുന്നവർ നന്നായി ശ്രദ്ധിക്കണം. എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം തന്നെ. സയകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, പച്ചക്കള്ളം പറയുന്നവർ, വഞ്ചന ചെയ്യുന്നവർ അവസാന കാലത്ത് വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. അള്ളാഹിനെ കുറിച്ച് പോലും അള്ളാഹ്ക്ക് മറിഞ്ഞ കാര്യം അറിഞ്ഞുകൂടാ, അല്ലാഹു തആലാക്ക് മലയാളം അറിഞ്ഞുകൂടാ, അള്ളാഹ് ആകാശത്താണെന്ന് തുടങ്ങി വേണ്ടാത്ത അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഇവൻ എങ്ങനെ അള്ളാഹുവിന്റെ ആളാകും? സഹോദരന്മാരെ,